സഹജീവിയുടെ ജീവൻ നിലനിർത്താനുള്ള പരിശ്രമത്തിൽ പങ്കാളിയായി കുരുന്ന് ഋതു മാധവ്. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സാ സഹായം തേടുന്ന മുണ്ടക്കയം സ്വദേശി മനോജിന് കൈത്താങ്ങായിരിക്കുകയാണ് കുപ്പക്കയം ഡിവിഷനിൽ സനീഷ് സത്യന്റെയും ചിന്നുവിന്റെയും മകൻ ഋതു മാധവ്. തേക്കടി അമലാംബിക ഇന്റർനാഷണൽ സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഋതു മാധവാണ് താൻ സ്വരുക്കൂട്ടിവച്ച തന്റെ കുടുക്കയിലെ 1537 രൂപ മനോജ് സഹായനിധി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മനോജ് സഹായനിധിയിലേക്ക് സംഭാവന ചെയ്തത്. രോഗത്തിന്റെ തീവ്രതയൊന്നും ഈ കൊച്ചു ഋതുവിനറിയില്ലെങ്കിലും വലിയ രോഗത്തിനായി നാട് ഒന്നാവുന്നത് തിരിച്ചറിഞ്ഞാണ് ഈ കാരുണ്യത്തിനിടയാക്കിയത്. തന്റെ ആഗ്രഹം മാധവ് രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു. വിവരം പിതാവ് സനീഷ് സമിതി അംഗങ്ങളെ അറിയിച്ചതോടെ അവർ ഒത്തുചേർന്ന് ഋതുവിനായി കാത്തിരുന്നു. പൊട്ടിച്ച കുടുക്കയിലെ മുഴുവൻ തുകയും മാധവ് സമിതി കൺവീനർ VN ജാൻസിക്ക് കൈമാറി. തന്റെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ ഇനിയും അവസരമുണ്ടെന്നും ഈ ചേട്ടായിയുടെ ജീവനാണ് ഇപ്പോൾ പ്രാധാന്യമെന്നും മാധവ് പറഞ്ഞു. ഇത്ര ചെറുപ്രായത്തിൽ താൻ തന്റെ സ്വന്തം ആവശ്യത്തിന് കരുതി വെച്ച പണം ഒരു സഹജീവിയുടെ ജീവൻ നിലനിർത്താനുള്ള സഹായനിധിയിലേക്ക് സംഭാവനയായി തന്ന ഋതു മാധവ് സമൂഹത്തിന് മാതൃകയാണ്. ഇതിനായി മകനെ പ്രാപ്തനാക്കിയ മാതാപിതാക്കളായ സനീഷ് കാവിലമ്മയ്ക്കും ചിന്നു സനീഷിനും മനോജ് സഹായനിധി എക്സിക്യൂട്ടീവ് കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തി. മോൻ്റെ പൈസ ഇപ്പം നമുക്ക് തരികയുണ്ടായി. മോനിത് തുടക്കമാകട്ടെ. ഇങ്ങനെ സമ്പാദ്യശീലവും അതുപോലെ തന്നെ എല്ലാവരും സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഇപ്പം തൊട്ടേ കുഞ്ഞിന് വന്നിരിക്കുകയാണ്. മോൻ എല്ലാവിധ ആശംസകളും പഠിച്ച് മിടുക്കനാകണം നാടിന്. KS രാജു, നൌഷാദ് ഇല്ലിക്കൽ, PY നിസാർ, അരുൺ കോക്കാപ്പിള്ളി, KN രാമദാസ്, PN നസീർ, R ഷിബു, അനീഷ് കാവിലമ്മ, മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. നൌഷാദ് വെമ്പിളി, എൻലൈറ്റ് ന്യൂസ്, മുണ്ടക്കയം.